ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ലച്ചു ഇന്ന് അവളുടെ നേഴ്സറി പറയാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റോറി പ്രിപ്പയർ ചെയ്ത് നേഴ്സറിയിലോട്ട് പോയായിരുന്നു. അവിടെ ചെന്നപ്പോഴാണ് അവൾ അറിഞ്ഞത് പ്രീ കെ ജിക്ക് സ്റ്റോറി ടെല്ലിംഗ് ഇല്ലയെന്ന്. അപ്പം ആ സ്റ്റോറി അവൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പറയാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് അവൾ തന്നെ മേക്കപ്പൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അവളെ സ്റ്റോറി കേൾക്കാം. നമസ്കാരം കൂട്ടുകാരെ, എൻ്റെ പേരാണ് ആരാധ്യ. ഞാൻ പറയാൻ പോകുന്ന കഥ പേര് സത്യസന്ധനായ ഒരു മരം വെട്ടുകാരൻ്റെ കഥയാണ്. ഒരിടത്ത് ഒരു മരം വെട്ടുകാരൻ ഉണ്ടായിരുന്നു. ആ മരം വെട്ടുകാരൻ മരം മുറിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓടാലം കാട്ടിലെ കുളത്തിലെ വെള്ളത്തിൽ വീണ്. അമ്മ ചിരിക്കണേ. കോടാലം കാട്ടിലെ കുളത്തിലെ വെള്ളത്തിൽ വീണ്. അപ്പം മരം വെട്ടുകാരൻ വിഷമിച്ച് വനദേവതയെ പ്രാർത്ഥിച്ച് വിളിച്ചപ്പ വനദേവത വെള്ളത്തിന് പൊങ്ങി വന്ന്. അപ്പ വനദേവത പറഞ്ഞ്, എന്താ മോനെ കരയണത്? അപ്പ മരം വെട്ടുകാരൻ പറഞ്ഞ്, അമ്മ എൻ്റെ കോടാലി കാട്ടിലെ വെള്ളത്തിൽ വീണ്. വനദേവത ഒരു സ്വർണ്ണ കോടാലി എടുത്ത് കാണിച്ച്. അപ്പ ആ കോടാലി കാണിച്ചപ്പ ആ മരം വെട്ടുകാരൻ പറഞ്ഞ്, ഇതല്ല അമ്മേ എൻ്റെ കോടാലി. അപ്പം പിന്നെ കാട്ടിലെ കുളത്തിലെ വെള്ളത്തിന് പൊങ്ങി വന്ന് ഒരു വെള്ളിക്കോടാലി എടുത്ത് കാണിച്ച്. അപ്പം ഒരു വെള്ളിക്കോടാലി എടുത്ത് കാണിച്ചപ്പ മരം വെട്ടുകാരൻ വീണ്ടും പറഞ്ഞ്, ഇത് എൻ്റെതല്ല അമ്മേ, ഇത് എൻ്റെത് ഒരു ഇരുമ്പിൻ്റെ കോടാലിയാണ്. അപ്പം ഇരുമ്പിൻ്റെ കോടാലിയാണെന്ന് പറഞ്ഞപ്പോൾ കാട്ടിലെ കുളത്തിലെ വെള്ളത്തിൽ വീണ്. ആ ഇരുമ്പിൻ്റെ കോടാലി എടുത്ത് കാണിച്ച്. അപ്പം മരം വെട്ടുകാരൻ പറഞ്ഞ്, ഇത് എന്നെ അമ്മേ എൻ്റെ കോടാലി. സന്തോഷത്തോട് പറഞ്ഞ്, ഇത് എന്നെ അമ്മേ എൻ്റെ കോടാലി. സന്തോഷമായിട്ട് ഒരു സമ്മാനമായിട്ട് ഒരു 3 കോടാലി കൊടുത്ത്. അപ്പൊ ആ മരം വെട്ടുകാരൻ